ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാം. പൂരി ഭാജിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഉരുളൻകിഴങ്ങ് തൊലിയൊക്കെ ചെത്തി ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് കഴുകി എടുത്തിരിക്കുന്നത്. സവാള ഏകദേശം ഉരുളക്കിഴങ്ങിൻ്റെ അത്രയും തന്നെ സവാളയും ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇതിനകത്ത് നമ്മൾ മുളക് പൊടിയോ മറ്റുള്ളതൊന്നും ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമേ ഉള്ളൂ. പിന്നീട് വേണ്ടത് കറിവേപ്പില. ഈ കൂട്ടാൻ നമുക്ക് വെളിച്ചെണ്ണയ്ക്കകത്താണ് തയ്യാറാക്കേണ്ടത്. വെളിച്ചെണ്ണയ്ക്കകത്ത് തയ്യാറാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്ക് ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് ചൂടാവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചീനിച്ചട്ടി ചൂടായി, നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു വലിയ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഈ കറിക്ക് നമ്മൾ അധികം മസാലകളോ ഒന്നുമില്ല, ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ഉപ്പും മഞ്ഞളും മാത്രമേ നമ്മൾ ചേർക്കുള്ളൂ. പക്ഷേ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് പൂരിക്ക്. ഇഷ്ടമുള്ളവർക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണിത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നു. ഇനി ഈ സമയത്ത് നമുക്ക് കടുകിടേണ്ടവർക്ക് കടുകിടാം, കുറച്ച് ഉഴുന്നും കൂടി ഇടണം. ഞാൻ കടുകിടുന്നില്ല, ഇന്ന് ഉഴുന്ന് മാത്രമേ ഇടുന്നുള്ളൂ. ഉഴുന്നൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഈ പാത്രത്തിലോട്ടിട്ട് ഉപ്പും മഞ്ഞളും ചേർത്ത് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് പതുക്കെ വേകട്ടെ. സമയമില്ലാത്തവർക്കാണെങ്കിൽ കുക്കറിലോട്ട് ഇതെല്ലാം കൂടെ തയ്യാറാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച്, അധികം വെള്ളം ഒഴിക്കരുത്. കുക്കറാകുമ്പോഴത്തേക്ക് 2 വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ തയ്യാറാകും. എന്നാൽ ഇത് ചെറിയ തീയിൽ പതുക്കെ വെന്ത് വരുന്നതാണ് ടേസ്റ്റ്. നമുക്ക് ഉഴുന്ന് നന്നായിട്ട് ചൂടായി, നമുക്കിതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ച് പതുക്കെ വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തീ ലോ ഫ്ലെയിമിലോട്ടാക്കാം. ചെറിയ തീയിൽ വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്ക് അടച്ചു വെക്കാം. കറി വെന്ത് വരട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാനായിട്ട് മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വേണം പൊടിയെടുക്കാനായിട്ട്. പിന്നെ ഉപ്പ് എടുക്കുന്ന മാവിനനുസരിച്ച് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് എണ്ണ, വെളിച്ചെണ്ണ എടുക്കരുത്. സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ റൈസ് ബ്രാൻ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ സ്പൂണ് എണ്ണ ഒഴിക്കുക. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴച്ച് എടുക്കുന്നത് പോലെ ഒരുപാട് ലൂസ് ആവരുത്, ഇച്ചിരി കട്ടിയിൽ വേണം. എന്നിട്ട് നമ്മൾ കുഴച്ച് സോഫ്റ്റ് ആക്കണം. അല്ലാതെ ഏറെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂരി പൊങ്ങി വരത്തുമില്ല, എണ്ണ കുടിക്കുകയും ചെയ്യും. കുറേശ്ശെ വെള്ളം ചേർത്ത് കുഴച്ച് റെഡിയാക്കണം. അങ്ങനെ ഇനി ഞാൻ പൂരിക്ക് കുഴച്ച് കൊണ്ടുവരാം. പൂരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പ് പൊടി കുഴച്ച് ഈ പരുവത്തിലായി, നല്ല കട്ടിയാണ്. ഇനി ഇതിലേക്ക് ഒരു സ്വല്പം എണ്ണ, ഞാനിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് എടുക്കുന്നത്. കയ്യിൽ ഒന്ന് നനയ്ക്കുക, ഇത്രയും മതി, അധികം വേണ്ട. എന്നിട്ട് ഈ മാവ് കുഴച്ച് വെച്ചിരിക്കുന്നതിൽ കൂട്ട് ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. പൂരിക്ക് നമ്മൾ കുഴച്ച് നല്ല മയം വരുത്തി തയ്യാറാക്കി വെച്ചു. ഇനി ഒരു 10 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് പാകമാകുന്നതിന് വേണ്ടിയിട്ട്. നമ്മുടെ കൂട്ടാൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തോ, വെള്ള
വെള്ളമെല്ലാം പറ്റിയോ? വെള്ളമെല്ലാം ഏകദേശം പറ്റി. വെള്ളം കിഴങ്ങ് തവിയും കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. തീരെ അങ്ങ് ഉടച്ച് കട്ടയില്ലാതാക്കരുത്, എന്നാൽ കുഴഞ്ഞിരിക്കുന്ന പരുവത്തിൽ. ഈ ഒരു പരുവത്തിൽ നമ്മുടെ കൂട്ടാണ്. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യണം. പാകമായി. ഇനി ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്, എരിവും കൂടുതലില്ല, നല്ല പാകമായി. നല്ല മണം വരുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കിയത് കൊണ്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പൂരി ഉണ്ടാക്കാം. ഒരു 5-10 മിനിറ്റ് ആയി. നമുക്കിനി പൂരി തയ്യാറാക്കാം. നമുക്കിനി പൂരി ഉണ്ടാക്കി തുടങ്ങാം. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞു. കുഴച്ച് വെച്ചിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോളുകളാക്കിയെടുത്ത് ചെറിയ ചെറിയ പൂരിയായിട്ട് പരത്തിയെടുക്കാം. ഞാൻ പ്ലാറ്റ്ഫോമിലിട്ടാണ് പൂരി പരത്തുന്നതും ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നതും. കാരണം എനിക്ക് ചപ്പാത്തി പലക വട്ടം കിടന്ന് കറങ്ങും ഞാൻ പരത്തിക്കൊണ്ടിരിക്കുമ്പോൾ. അതുകൊണ്ട് എനിക്കത് ശരിയാവത്തില്ല. ഞാൻ അതുകൊണ്ട് ഇങ്ങനെയാണ് പ്ലാറ്റ്ഫോം ആദ്യം നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കും, പിന്നെ ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ആണ് പൂരി ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ഉരുളകളാക്കാം. പൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കത്തില്ല. സ്വല്പം എണ്ണ ഈ മാവയിലോട്ട് മുക്കി പരത്തത്തേ ഉള്ളൂ. കാരണം നമ്മൾ പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ എണ്ണയിലോട്ട് ഇടുമ്പോഴത്തേക്ക് ആ പൊടി ആദ്യം കരിയും, പൂരിയുടെ പുറമെല്ലാം കരിഞ്ഞ് ഒരു വൃത്തിയില്ലാതിരിക്കും. അതുകൊണ്ട് എണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നമ്മൾ ഉരുളകളെല്ലാം തയ്യാറാക്കി ഇനി നമുക്ക് പരത്തിയെടുക്കാം. പരത്തുന്നതിനായിട്ട് ഈ എണ്ണയിലോട്ട് തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. ഈ എണ്ണ ചൂടാകുന്ന സമയം കൊണ്ട് നമുക്ക് പൂരി എല്ലാം പരത്തി വെക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വറുത്തെടുക്കാൻ എളുപ്പമുണ്ട്. അങ്ങനെ എല്ലാ പൂരിയും ഞാനൊന്ന് പരത്തിയെടുക്കട്ടെ. നമ്മുടെ പൂരി എല്ലാം പരത്തി തയ്യാറായി. ചൂടാവാനായിട്ട് വെച്ച എണ്ണ ചൂടായി. നമുക്കിനി പൂരിയിട്ട് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷമേ പൂരി ഇടാവുള്ളൂ. ഇല്ലെങ്കിൽ പൂരി ശരിയായിട്ട് മൂത്ത് വരത്തുമില്ല, പൊങ്ങി വരത്തുമില്ല. നല്ല കുമ്പള പോലൊക്കെ പൊങ്ങി. നമ്മളൊരു 10-15 മിനിറ്റ് കുഴച്ചതിന് ശേഷം വെച്ചത് കൊണ്ടാണ് പൂരി ഇങ്ങനെ നന്നായിട്ട് പൊങ്ങി വന്നത്. വശങ്ങളൊന്നും പൊട്ടാതെ നല്ല കൃത്യമായിട്ട് നമുക്ക് പൂരി വറുത്തെടുക്കാൻ പറ്റുന്നത്. പുറത്ത് വലിയ മഴ പെയ്തുകൊണ്ടിരിക്കുക, അതുകൊണ്ട് ശബ്ദം ചിലപ്പോൾ കേൾക്കാനായിട്ട് ഇച്ചിരി പ്രയാസം വരും. ഭയങ്കര മഴ പെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ ബാക്കിയുള്ള പൂരിയും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഈ പൂരി ഇപ്പോഴ് എല്ലാം നല്ല കുമളയായിട്ട് നേരിട്ട് തന്നെ വരുന്നുണ്ട്. അഥവാ കുമളയാവാനായിട്ട് താമസം ഉണ്ടെങ്കിൽ പൂരിയില ഇങ്ങനെയൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അധികം അമർത്തി പ്രസ് ചെയ്യരുത്, ചെറുതായിട്ട് പ്രസ് ചെയ്യുമ്പോൾ പൂരി കുമളയായിട്ട് ഇങ്ങനെ കിട്ടും. ബാക്കിയുള്ള പൂരിയും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ പൂരിയെല്ലാം വറുത്തെടുത്തു. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമ്മുടെ പൂരി കറി വെളിച്ചെണ്ണയുടെ ഒരു പ്രത്യേക മണം വരുന്നുണ്ട്. കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. പിന്നീട് കുറച്ച് സവാള അല്പം ഉപ്പ് ചേർത്ത് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പൂരിയുടെ കൂടെ ഉപ്പ് ചേർത്ത സവാള കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതണം.